അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാളെ ബുധനാഴ്ച 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫിഖ്ഹിൻ്റെ പരീക്ഷയാണ്. അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം 12ാമത്തെ പാഠം മുതലാണ് കൊല്ലപരീക്ഷയ്ക്ക് എടുത്തത്. കൊല്ലപരീക്ഷയ്ക്ക് വാർഷിക പരീക്ഷയ്ക്ക് പുസ്തകം മുഴുവനും ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ഫിഖ്ഹിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠഭാഗങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 33 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച ഇന്ന് നടന്ന 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹ് പരീക്ഷയ്ക്ക് ഏകദേശം 30-33 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ലാസ്റ്റ് പാർട്ടിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫിഖ്ഹിൽ 12ാമത്തെ പാഠം മുതൽ അവസാന പാഠം വരെ ഏകദേശം 30 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ ആദ്യം റിവിഷൻ ചെയ്യാൻ പോകുന്നത് 12ാമത്തെ പാഠം മുതൽ, പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ 1-ാം പാഠം മുതൽ നോക്കാം. ബാങ്ക് ഇഖാമത്ത് അല്ലേ? അപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ബാങ്ക്, പിന്നെ നിസ്കരിക്കാൻ തൊട്ടടുത്ത സമയത്ത് കൊടുക്കുന്നതാണ് ഇഖാമത്ത് അല്ലേ? ഇവിടെ ഫസ്റ്റ് ചോദ്യം, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ഡാഷ് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. എന്താണ് ബാങ്കും ഇഖാമത്തും? അടുത്തത് 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും ഡാഷ് എന്താണ് സുന്നത്താണ്. ബാങ്കും ഇഖാമത്തും സുന്നത്താണോ ഫർളാണോ? സുന്നത്താണ്. പിന്നെ എന്തൊക്കെയാണ് സുന്നത്ത്? ബാങ്കും ഇഖാമത്തും, അത് പഠിച്ചല്ലോ. ഇനി ബാങ്കിൻ്റെ സുന്നത്തുകളാണ് പറയുന്നത്. ബാങ്കും ഇഖാമത്ത്, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും സുന്നത്ത്. ബാങ്ക് ഇഖാമത്ത് എന്നിവക്ക് മുമ്പും ശേഷവും അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലുക. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്. ഇനി ഇവിടെ വേറൊരു ചോദ്യം, ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർ ഡാഷ് എന്താ? അതുപോലെ പറയുക, അതുപോലെ പറയുക, അതുപോലെ പറയുക. അടുത്തത് കേൾക്കുന്നവർ അതുപോലെ പറയണം. എന്ത്? ബാങ്കും ഇഖാമത്തും, ബാങ്കും ഇഖാമത്തും. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഹയ്യാലസ്സല എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹയ്യാലകളിൽ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എങ്ങനെ എഴുതാൻ നോക്കുക? ഹൗല, ലായും ഹൗലും ചേർത്ത് എഴുതാൻ പറ്റൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ബില്ലാഹിൽ അലിയിൽ അദീം. ഇതുവരെ ഉണ്ട് കേട്ടോ, ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അലിയിൽ അദീം. ഇതൊക്കെ എഴുതുന്നത് നന്നായി പഠിക്കണം കേട്ടോ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ പുതിയ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരും, എങ്ങനെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എപ്പോഴാണ് പറയേണ്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? ഹയ്യാലകളിൽ, ഹയ്യാലകളിൽ. നീ തിരിച്ചും ചോദിക്കും, അപ്പോൾ രണ്ടും പഠിക്കുക. അടുത്ത സുബൈ ബാങ്കിൽ പ്രത്യേകം പറയേണ്ടത് എന്താണ്? അസ്വലാത്തു ഖൈറുൻ മിനൻ നൗം. 1, 2, 3, 4 വാക്കുണ്ട്. എല്ലാം കൂടി ഒറ്റ മുട്ടിച്ച് എഴുതാൻ പാടില്ല. അസ്വലാത്ത് വേറെ, ഖൈറു വേറെ, മിനൻ നൗം വേറെ. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? സ്വദഖ്ത വബരിർത, സ്വദഖ്ത വബരിർത, സ്വദഖ്ത വബരിർത. ഓക്കെ. ഇനി തിരിച്ചു ചോദ്യം വരും, സ്വദഖ്ത വബരിർത എന്ന് പറയേണ്ടത് എപ്പോഴാണ്? അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ. വേറൊരു ചോദ്യം, അസ്വലാത്ത് ഖൈറും മിനൻ നൗം പറയേണ്ടത് ഏത് ബാങ്കിലാണ്? സുബഹ് ബാങ്കിൽ, സുബഹ് ബാങ്കിൽ, സുബഹ് ബാങ്കിൽ. പഠിച്ചില്ലേ? അപ്പൊ സുബഹ് ബാങ്കിൽ അസ്വലാത്ത് ഖൈറും മിനൻ നൗം എന്ന് പറയണം. അസ്വലാത്ത് ഖൈറും മിനൻ നൗം പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? സ്വദഖ്ത വബരിർത. ഓക്കെ. അടുത്ത ഇഖാമത്തിൽ ഖദ് ഖാമത്തി സ്വലാത്തു എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു അദാമഹ എന്ന് പറയണം. അപ്പോൾ ഇവിടെ ഇഖാമത്തിൻ്റെ വചനം എന്ന് പറയും. എന്താ ഇഖാമത്തിൻ്റെ വാക്ക്? അതായത് ബാങ്കിലുള്ള അതേപോലെ തന്നെയാണ് ഇഖാമത്തും, പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ബാങ്കിൽ 2 വട്ടം പറയുന്നത് ഇഖാമത്തിൽ 1 വട്ടേ പറയുള്ളൂ. ഇപ്പോൾ ബാങ്കിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അങ്ങനെ പറയും. പക്ഷെ ഇഖാമത്താവുമ്പോഴോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയാം. അപ്പോൾ ബാങ്കും ഇഖാമത്തും ഒരേപോലെ തന്നെയാണ്. എന്നാൽ ഇഖാമത്തിൽ പ്രത്യേകമായിട്ടൊരു വചനമുണ്ട്, ഒരു വാക്കുണ്ട്. അതെന്താ? ഖദ് ഖാമത്തി സ്വലാ, ഖദ് ഖാമത്തി സ്വലാ, ഖദ് ഖാമത്തി സ്വലാ. അപ്പൊ ഇഖാമത്ത് ഖദ് ഖാമത്തി കണ്ടില്ല, രണ്ടിലും കാഫുണ്ട്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇഖാമത്ത് ഖദ് ഖാമത്തി, ഇഖാമത്ത് ഖദ് ഖാമത്തി. അപ്പൊ ഇഖാമത്തിന്റെ വചനം ഏതെന്ന് ചോദിച്ചാൽ ഇതായതുണ്ട്, ഖദ് ഖാമത്തി സ്വലാത്തു, ഖദ് ഖാമത്തി സ്വലാ. ഇനി വേറൊരു ചോദ്യം, ഇഖാമത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്?
അക്കാമഹല്ലാഹു അത എല്ലാം കാഫിന്റെ കളിയാണ് അല്ലേ. ഇഖാമത്ത് കത് കാമത്തി അക്കാമഹ അടകടകട എല്ലാം കാഫിന്റെ കളി. കത് കാമത്തി സലാത്ത് കത് കാമത്ത് സല എന്ന് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അക്കാമഹല്ലാഹു അദാമഹ. ഇനി തിരിച്ചു ചോദ്യം വരും, അക്കാമഹല്ലാഹു അദാമഹ പറയേണ്ടത് എപ്പോൾ? കത് കാമത്തി സല എന്ന് കേൾക്കുമ്പോൾ. കണ്ടോ, കത് കാമത്തി സല എന്ന് കേൾക്കുമ്പോൾ. അപ്പൊ ഇഖാമത്ത് കത് കാമത്തി സല അക്കാമഹല്ലാഹു അദാമഹ. സെറ്റായില്ലേ? അടുത്തത്, ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ ശേഷം വിളിച്ചവരും അത് കേട്ടവരും സ്വലാത്തും സലാമും താഴെ കൊടുത്ത് ദുആയും ചെയ്യണം. അപ്പോൾ ആരൊക്കെയാണ് ബാങ്കും സ്വലാത്തും സലാമും ചെയ്യേണ്ടത്? ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ ശേഷം വിളിച്ചവരും, ബാങ്കും ഇഖാമത്തും വിളിച്ചവരും അത് കേട്ടവരും, വിളിച്ചവരും കേട്ടവരും, വിളിച്ചവരും കേട്ടവരും. പഠിച്ചില്ലേ? ഇനി ഈ ദിക്ർ ഉണ്ടല്ലോ, ഏത് അല്ലാഹുമ്മ റബ്ബ ഹാദി, ഇത് നന്നായി പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, ഓരോ സ്റ്റോപ്പ് കൊടുക്കതിന് ഇങ്ങോട്ട് ഇങ്ങനെ പഠിക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വദ്ദറജത്തർ റഫീഅ വബഅസുഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅത്ത വർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. കണ്ടോ, ഇങ്ങനെ പഠിക്കാം. ഇനി ഇത് തീരെ പഠിക്കാതെ ഇനി നാളേക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? കുറച്ച് പഠിച്ചാൽ മതി. എല്ലാം പാടെ പഠിച്ചിട്ട് തല പുണ്ണാക്കരുത്. കുറച്ച് പഠിക്കുക, നിങ്ങൾക്ക് കഴിയുന്ന മാത്രം പഠിച്ചാൽ മതി. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് വരിക ഓർഡർ തെറ്റിച്ച് തരും. എങ്ങനെ? വസ്സലാത്തിൽ ഖായിമ ആദ്യം തരും, പിന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദി തരും. അങ്ങനെ ഓർഡർ തെറ്റിച്ച് ശരിയാക്കാനായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഫസ്റ്റ് ലൈന് മാത്രം പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇവിടം വരെ പഠിക്കുക. അല്ലാതെ എല്ലാം കൂടി ഇന്ന് രാത്രി ഇരുന്ന് പഠിച്ച് ആകെ തല പുണ്ണാക്കരുത്. അതുപോലെ രാത്രി കുറച്ച് നേരം പഠിച്ചിട്ട് വേഗം കടന്നുറങ്ങണം. അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടൂല. ഇപ്പോൾ എൻ്റെ പരീക്ഷയ്ക്ക് തന്നെ, എൻ്റെ ക്ലാസ്സിൽ തന്നെ പരീക്ഷയ്ക്ക് വന്നൊരു കുട്ടി രാത്രി 12 മണി വരെ ഇരുന്ന് പഠിച്ചെടുത്തറ. എന്നിട്ടോ പരീക്ഷയ്ക്ക് വന്നപ്പോൾ ഒന്നും എഴുതാൻ കിട്ടുന്നില്ല. കാരണം എന്താ? അത്രയും സമയം ഉറക്കം നഷ്ടപ്പെട്ട് പിന്നെ രാവിലെ 6:30 പരീക്ഷ എഴുതണ്ടേ. അപ്പൊ കുട്ടിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ എന്താ കാര്യം കിട്ടിയത്? അതുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് രാത്രി എത്രയും പെട്ടെന്ന് പഠിച്ച് കുട്ടികളെ ഉറക്കണം. അപ്പൊ പരമാവധി നേരത്തെ പഠിപ്പിക്കുക. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം തന്നെ ഇരുത്തി പഠിപ്പിച്ച് ഇശാ ആകുമ്പോഴേക്ക് പഠിച്ച് കഴിഞ്ഞ് ഉറങ്ങുക. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് മദ്രസക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. മറിച്ചാകുമ്പോൾ അത് കുട്ടികൾക്ക് തന്നെ വലിയ പ്രയാസം, ഒരു വലിയ ഭാരം ഉണ്ടാവും. ഒന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇന്ന് രാത്രി ഇരുന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഒന്നും ആവില്ല. നേരത്തെ പഠിച്ചവർക്ക് കുഴപ്പമില്ല. വരുവാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. അടുത്ത് ബാങ്ക് ഇഖാമത്ത് എന്നിവയുടെ വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അത് നേരത്തെ ഓർക്കാൻ. അത് അടുത്ത ഹയ്യാലകൾ കേൾക്കുമ്പോൾ പറയേണ്ടത്. കണ്ടോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത സ്വതക്കത്തോ അപരിർത്ത എന്ന് ചൊല്ലേണ്ടത് എപ്പോഴാണ്? കേട്ടോ, തിരിച്ചാ ചോദിക്കണത്. സാധാരണ ചോദിക്കലുള്ള എന്താണ്? അസ്വലാത്ത് ഖൈറുൻ കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഇത് അങ്ങനല്ലേ ചോദിച്ച്. സ്വതക്കത്തോ അപരിർത്ത കേൾക്കുമ്പോൾ അല്ല എന്ന് ചൊല്ലേണ്ടത് എപ്പോഴാണ്? അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോഴാണ്. അടുത്ത ഇഖാമത്തിന്റെ പദം കേൾക്കുമ്പോൾ പറയേണ്ടത്. കേട്ടോ, ഇഖാമത്തിന്റെ പദം കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അഖാമഹ അല്ലാഹു അദാമഹ. ഇഖാമത്തിന്റെ പദം ഏതാണ്? ഖദ് ഖാമത്തി സല. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കണ്ടോ, താഴെയുള്ളവ ക്രമത്തിലാണ്. കണ്ട. അപ്പൊ ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അല്ലാഹുമ്മ റബ്ബ ഹാദി ചോദിക്കാം. അപ്പോൾ പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകാൻ. നിസ്കാരത്തിന്റെ ഫർളുകൾ. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്രയാണ്? 14. കണ്ടില്ലേ? നിസ്കാരത്തിന്റെ ഫർളുകൾ എത്രയാണ്? 14. പഠിച്ചില്ലേ? അടുത്തത് നമുക്ക് ചോദ്യോത്തരം നോക്കാം. എന്താണ്? വ്യക്തമാക്കുക വായ കൊണ്ട് പറയേണ്ടവ. അതായത് നമ്മൾ തൊള്ള കൊണ്ട് പറയേണ്ടത് എന്താണ്? സലാം വീട്ടുക. സലാം വീട്ടുമ്പോൾ നമ്മൾ നിസ്കാരത്തിന് സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയില്ലേ? അപ്പോൾ വായ കൊണ്ട് പറയേണ്ടതാണ്. റുക്കൂ ചെയ്യുക, അത് ചെയ്യേണ്ടതാണ്. പിന്നെ നിയ്യത്ത്, അത് വായ കൊണ്ട് പറയേണ്ടതാണ്. ഫാത്തിഹ അല്ലെ, ഫാത്തിഹ വായ കൊണ്ട് പറയേണ്ടതാണ്. പിന്നെ അടുത്തെന്താ? തെർത്തീബ്, അത് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ക്രമപ്രകാരമാക്കാം. ക്രമ നമ്പർ ഇടാനാണ്. റുക്കൂ ചെയ്യൽ, 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, ഫാത്തിഹ ഓതൽ, എഴുത്തിദാല് ചെയ്യൽ, 2 സുജൂദ് ചെയ്യൽ. ഇതിലേതാ ഫസ്റ്റ്, ഇതിലേതാ സെക്കൻഡ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ക്രമം അറിയണം, നിസ്കാരത്തിന്റെ ക്രമം അറിയണം. അതിന് ക്രമം അറിയാൻ നിസ്കാരത്തിന്റെ ഫർളിന്റെ 14 എണ്ണത്തിന്റെ ക്രമം അറിയണം. 14 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അപ്പൊ ആദ്യത്തെ 3 എണ്ണങ്ങൾ എന്തായാലും കാണാൻ പഠിക്കുക. എന്താ? 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. അത് 3 നിങ്ങൾ സെറ്റാക്കി പഠിക്കുക. ഏതാണ്? 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. ഇതാ കണ്ടില്ലേ നിങ്ങൾ?
ഇവിടെ ഈ കുട്ടി നിയ്യത്ത് വെക്കാണ്. ഇവിടെ ഇതാണ് കൈ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ് തക്ബീർ കെട്ടുന്ന തക്ബീറത്തുൽ ഇഹ്റാം. ഇപ്പൊ കൈ കെട്ടി കണ്ടോ. അപ്പൊ അവിടെ ആദ്യത്തെ മൂന്നെണ്ണം അവിടെ നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ. ഒന്നെന്താണ് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്ന് നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ. അത് മൂന്ന് നിങ്ങൾ ആദ്യം സെറ്റാക്കി പഠിക്കുക. എന്നിട്ട് അതിനുശേഷം പിന്നെ പഠിക്കേണ്ട എന്താണ്, പിന്നെ നാലാമത്തെ ഫർള് എന്താണ്, ഫാത്തിഹ ഓതു. കണ്ടോ, ഇതാണ് ഇവിടെ ഉസ്താദ് എന്ത് ചെയ്യുന്നു, ഈ കുട്ടി ഫാത്തിഹ ഓതുന്നുണ്ട്. മനസ്സിലായ? ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അടുത്ത പണിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. കണ്ടോ, എന്താണ്, റുക്കൂ. അപ്പൊ ഫാത്തിഹ ഓത് കഴിഞ്ഞാൽ റുക്കൂ. ഇത് ആലോചിക്കുക, മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ കുനിയുന്ന ആലോചിക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ കുട്ടി എന്ത് ചെയ്തു, മേലോട്ട് വന്നു. കണ്ടോ, ഇതാണ് എഴുത്തിദാല്. എഴുത്തിദാല് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുട്ടി എന്ത് ചെയ്തു, നിലത്തോട്ട് പോയി. എന്നിട്ട് നെറ്റി എന്ത് ചെയ്തു, നിലത്ത് വെച്ചു. ഇതാണ് സുജൂദ് അല്ലെ. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങനെ ഇരുന്നു. ഇതാണ് ഇടയിലെ ഇരുത്തം. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും സുജൂദ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു റക്അത്ത് ഇതായി. മനസ്സിലായി? അപ്പൊ ഇനി നമുക്ക് ഓർഡർ നോക്കാം. ആദ്യത്തെ മൂന്നെണ്ണം അതുപോലെ കാണാതെ പഠിക്കുക. ആദ്യത്തെ മൂന്നെണ്ണം എന്താ, നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം, ഒന്ന് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്ന് ഫാത്തിഹ ഓതൽ. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മനസ്സിൽ ഈ ചിത്രം വരണം. ഇതിനെന്താ പറയുക, റുക്കൂ. ഈ ചിത്രം എന്താണ്, റുക്കൂയിൽ നിന്ന് എണീക്കുന്നതിനാണ് എന്താ പറയാ, എഴുത്തിദാല്. അപ്പോ നമ്മള് തർത്തീബ് ആ ക്രമം നോക്കുക. റുക്കൂ ചെയ്യൽ, കണ്ടോ, എഴുത്തിദാല് ചെയ്യുക. പിന്നെ രണ്ട് സുജൂദ്, ആ ചിത്രങ്ങൾക്ക് ഓർമ്മ, രണ്ട് സുജൂദ്. പിന്നെ രണ്ട് സുജൂദ് കഴിഞ്ഞാലോ, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക. പിന്നെ ഇവിടെ നമ്മൾ വേറെ പഠിക്കണം, 9 മുതൽ വേറെ പഠിക്കണം. എന്താ, തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കമടങ്ങൽ. അപ്പൊ എന്താണ് തുമഇനീനത്ത് എന്നൊരു ചോദ്യമുണ്ട്. എന്താ പഠിക്കേണ്ടത്, റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം. ഇത് റുക്കൂ മുതൽ തുടങ്ങിയാൽ മതി. റുക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുനിയലാണ് അല്ലെ. കുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് ഉയരല. അടുത്ത പണി എന്താ, നെറ്റി നിലത്ത് വെക്കലാണ്. അപ്പോൾ ആ ക്രമം നമുക്ക് ഓർമ്മ വേണം. റുക്കൂ, എഴുത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം. ഓർമ്മ ഉണ്ടല്ലോ. അതില് അനക്കം അടങ്ങുന്നതിനാണ് എന്ത് പറയുക, തുമൈനീനത്ത് എന്ന് പറയാം. അപ്പോ റുക്കൂ അറിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് റുക്കൂവിന്റെ അപ്പുറത്തുള്ള ഏതാ അങ്ങനെ ആലോചിക്കാം. അങ്ങനെ 4 എണ്ണം: റുക്കൂ, എഴുത്തിദാല്, രണ്ട് സുജൂദ്, ഇടയിലെ ഇരുത്തം. ഇവകളിൽ അനക്കം അടങ്ങുന്നതിനാണ് എന്ത് പറയുക, തുമഇനീനത്ത്. എങ്ങനെ എഴുതി നോക്കുക, തുമഇനീനത്ത്. കണ്ടില്ലേ, തുമഇനീനത്ത്. അപ്പോ നിസ്കാരത്തിന്റെ ഫർളുകൾ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. പിന്നെ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ റുക്കൂയിലേക്ക് പോകണം. റുക്കൂ കഴിഞ്ഞാൽ നേരെ എഴുത്തിദാലിലേക്ക് വരണം. പിന്നെ വീണ്ടും സുജൂദ്, പിന്നെ ഇടയിലെ ഇരുത്തം, പിന്നെയാണ് എന്ത്, തുമഇനീനത്ത്. ഇനി 10ാമത് എന്താണ്, അവസാന റക്അത്തിൽ അത്തഹിയാത്ത് ഓതുക. പിന്നെ 11, ഇനി 14 ഉള്ളൂ. അപ്പൊ 10 ഇനി 11 എന്താ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അപ്പോ ഇത് രണ്ടൊരു സെറ്റാണ്, ഇത് 3 ഒരു സെറ്റാണ്. കണ്ടോ, 3 അവസാനത്തെ അത്തഹിയാത്ത് ഉണ്ട് അല്ലേ. കണ്ട. അപ്പൊ ഇത് 3 ഒരു സെറ്റായി പഠിക്കുക. അവസാനത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഓതുക, അല്ലെങ്കിൽ അവസാന അത്തഹിയാത്ത് ഓതുക എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. പിന്നെ അവസാനത്തെ അത്തഹിയാത്തിന് സലാത്തിനും സലാമിന് വേണ്ടി ഇരിക്കുക. ഇത് 3 ഒരു സെറ്റായി. അപ്പൊ തന്നെ എത്രയായി, 12 പഠിച്ചു. ഇനി 13 എന്താ, സലാം വീട്ടുക. അതായത് പിന്നെ നമ്മളെ തല ഇങ്ങനെ തിരിച്ചിട്ട് സലാം വീട്ടും. അതാണ് എന്ത്, സലാം വീട്ടുകാരൻ. ഇതാപ്പോ ഉസ്താദ് ഇരിക്കുന്നുണ്ടല്ലേ. ഇനി ഇങ്ങോട്ട് തല തിരിക്കും, പിന്നെ ഇങ്ങോട്ട് തല തിരിക്കും. അതിനാണ് എന്ത് പറയാ, സലാം വീട്ടുക എന്ന് പറയുക. പിന്നെ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, തെർത്തീബ്. കണ്ടില്ലേ, സലാം വീട്ടുന്ന ചിത്രം കണ്ടോ, ഇങ്ങോട്ട് സലാം വീട്ടുന്ന ചിത്രം കണ്ടില്ലേ. അപ്പൊ ഇതാണ് സലാം വീട്ടല്, തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. അവസാനം എന്താണ്, തെർത്തീബ്. മുകളിൽ പറഞ്ഞവ ക്രമപ്രകാരം ചെയ്യുക. അപ്പൊ തെർത്തീബിന്റെ അർത്ഥങ്ങൾ പഠിക്കുക. എന്താണ്, ക്രമപ്രകാരം ചെയ്യുക. പഠിച്ചില്ലേ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ്. നോക്കുക, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ളത്, റുക്കൂ ചെയ്യലുണ്ട്, 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കലുണ്ട്, ഫാത്തിഹ ഓതലുണ്ട്, എഴുത്തിദാലുണ്ട്, 2 സുജൂദ് ചെയ്യലുണ്ട്. നിങ്ങൾ പറ, ഏതായിരിക്കും ഫസ്റ്റ്? ഫാത്തിഹ ഓതലാണ് അല്ലേ. ഇതിൽ നിയ്യത്തും തന്നിട്ടില്ല. നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഏതാ ഇതിലുള്ളത്, ഫാത്തിഹ ഓതലാണ്. അപ്പൊ നമ്മൾ ആദ്യം ഫാത്തിഹ ഓതുന്നു. അപ്പൊ 1 ഫാത്തിഹ ഓതൽ. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ റുക്കൂ ചെയ്യൽ നമ്മൾ പഠിച്ചു, അതാണ് 2. പിന്നെ റുക്കൂ ചെയ്താൽ പിന്നെ എന്താണ്, എഴുത്തിദാല് 3. പിന്നെ 4 എന്താണ്, എഴുത്തിദാല് കഴിഞ്ഞാൽ 2 സുജൂദ് ചെയ്യൽ, അതാണ് 4. പിന്നെ 5 2 സുജൂദുകളുടെ ഇരിക്കൽ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ് ക്രമത്തിലാക്കാൻ. അപ്പൊ നിങ്ങളോട് പിന്നെ ക്രമത്തിലാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 14 ഫർള് ഒരുമിച്ച് തരൂല, കുറച്ച് ഫർളേ തരുള്ളൂ. അതിൽ നിന്നുള്ളത് ക്രമത്തിലാക്കാനാണ് പറയുക. അടുത്ത തുമൈനീനത്ത് എന്നാൽ എന്ത് പഠിച്ചു, തെർത്തീബ് എന്ന് പറയുന്നത് എന്തിനെ പഠിച്ചു, റുക്കൂയിന്റെ രൂപം എങ്ങനെയാണ് അത് പഠിച്ചോളൂ. 2 ഉള്ളംകൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയൽ. 2 ഉള്ളംകൈകൾ 2 കാൽമുട്ടിൽ എത്തും വിധം കുനിയൽ. ഇതാ ഉള്ളംകൈകൾ പറഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ.
ഈ കൈയിനാ ഉള്ളം കൈ അറിയാം. നമ്മളെ ഈ കൈയിന്റെ ഉള്ളു ഇതാണ്ടോ ഉള്ളം കൈ. ആ ഉള്ളം കൈ കാൽമുട്ട് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന വരെ കുനിയ. അങ്ങനെ കുനിയണീനാണ് എന്ത് പറയുക? റുക്കു. അപ്പൊ ഇങ്ങനെ റുക്കു വരണ്ട് രണ്ട് ഉള്ളം കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയ. രണ്ട് ഉണ്ട് കേട്ടോ. രണ്ട് കണ്ടില്ലേ? രണ്ട് ഉള്ളം കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയുക. അപ്പൊ റുക്കു പഠിച്ചു. തുമൈനീനത്ത് 4 സ്ഥലത്ത് വേണം പഠിച്ചു. പിന്നെ ഫർദ് നിസ്കാരത്തിലാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെ ചെല്ലുക? അല്ലാഹു അക്ബർ. എന്താണ്? അല്ലാഹു അക്ബർ. പിന്നെ 2 സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളുടെ എണ്ണം എത്ര? 7. എത്രയാണ്? 7 അവയവങ്ങളാണ്. 7 അവയവങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ തെർത്തീബ് ഇങ്ങനെയാണ് 14. അപ്പൊ ഈ പാഠം കഴിഞ്ഞു നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അബ്ആദു സുന്നത്തുകൾ. നിസ്കാരത്തിന് നിരവധി സുന്നത്തുകളുണ്ട്. അവയിൽ 7 എണ്ണം പ്രധാനപ്പെട്ടവയാണ്. അതിന് അബ്ആദ് എന്ന് പറയുന്നു. എന്താ പറയാ? അബ്ആദ്. പാഠത്തിന്റെ ഹെഡിങ് അബ്ആദ്. പഠിച്ചില്ലേ? അബ്ആദ് ഐനാണ് കേട്ടോ. അബ്ആദ്. അല്ലാത്തക്ക് ഹൈ ആത്തിന്റെ സ്പെല്ലിംഗ് എന്താ? ഹ ഇ ആണ്. പിന്നെ ഒരു അലിഫാണ്. ഹൈ ആത്ത്. താവും അലിഫും മുട്ടിക്കരുത്, അത് ശ്രദ്ധിക്കുക. അപ്പൊ 2 തരം സുന്നത്തുകളാണല്ലോ, അബ്ആദും ഹൈ ആത്തും. പ്രധാനപ്പെട്ട സുന്നത്തുകൾക്ക് എന്താ പറയുക? അബ്ആദ്. പ്രധാന അല്ലാത്ത സുന്നത്തുകൾക്കോ ഹൈ ആത്ത്. അത് പഠിച്ചല്ലോ. പിന്നെ അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സലാമിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. എന്താണ്? ഈ സുന്നത്ത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്യണം. അപ്പോൾ അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ 2 സുജൂദ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇതിനെന്ത് പറയുന്നു? സഹുവിന്റെ സുജൂദ് എന്ന് പറയുന്നു. സഹുവിന്റെ സുജൂദ് പഠിച്ചോ? സഹുവിന്റെ സുജൂദ് പഠിച്ചോ? അപ്പൊ എന്താണ് സഹുവിന്റെ സുജൂദ്? അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് 2 സുജൂദ് ചെയ്യണം. ഇതിനാണ് എന്ത് പറയുക? സഹുവിന്റെ സുജൂദ്. പഠിച്ചില്ലേ? നിസ്കാരത്തിൽ എത്ര തരം സുന്നത്തുകളുണ്ട്? 2 തരം. പ്രധാനപ്പെട്ട സുന്നത്ത് ഏതാണ്? അബ്ആദ്. ഏതാണ്? അബ്ആദ്. ഇനി അബ്ആദ് സുന്നത്തുകൾ എത്രയാണ്? 7. അബ്ആദ് എത്രയാണ്? അബ്ആദ് സുന്നത്തുകൾ എത്രയാണ്? 7. നോക്കുക ഏതൊക്കെയാണ് അബ്ആദ് സുന്നത്ത്? 1 ഒന്നാം അത്തഹിയാത്ത് ഓതൽ. പിന്നെ ഒന്നാം അത്തഹിയാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. 3 ഒന്നാം അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. അപ്പൊ ഇത് 3 ഒരു സെറ്റാക്കി പഠിക്കുക. ഇത് 3 ഒന്നാം അത്തഹിയാത്താണ് അല്ലെ? ഒന്നാം അത്തഹിയാത്ത് ആദ്യം ഒന്നാം അത്തഹിയാത്ത് ഓതൽ. 2 ഒന്നാം അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെല്ലൽ. 3 ഒന്നാം അത്തഹിയാത്തിന് സലാത്തിന് വേണ്ടി ഇരിക്കൽ. 3 അപ്പൊ തന്നെ പഠിച്ചല്ലോ. പഠിച്ചു. മൂന്നാമത്തെ എന്താണ്? അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കലാണ് കേട്ടോ. ഇരിക്കൽ. ഒന്നാം അത്തഹിയാത്തിന് സലാത്തിന് വേണ്ടി ഇരിക്കൽ. അപ്പൊ 3 പഠിച്ചു. ഇനി 4ാമത്തെ അബ്ആദ് സുന്നത്ത് എന്താ? സുബഹിലും റമദാനിലെ 2ാം പകുതിയിലെ വിത്റിലും കുനൂത്ത് ഓതൽ. റമദാനിലെ 2ാം പകുതിയിലെ വിത്റിൽ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. കുനൂത്ത് ഓതേണ്ടത് സുബഹിൽ അല്ലാതെ വേറെ എവിടെയാണ്? റമദാൻ 2ാം പകുതിയിലെ വിത്റില്. അത് പഠിച്ചു. സുബൈലും കുനൂത്ത് ഓതൻ. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. കുനൂത്തിന് ശേഷം കുടുംബത്തിന്റെ മേൽ സ്വലാത്ത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? ഇവിടെ കുനൂത്ത് ഓതലാണ്. ഇവിടെ കുനൂത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത്. അടുത്ത കുനൂത്തിന് ശേഷമുള്ള സ്വലാത്ത് എന്നിവയ്ക്ക് വേണ്ടി നിൽക്കൽ. കണ്ട അപ്പൊ 3 ഒരു സെറ്റായി. അടുത്ത 3 ഒരു സെറ്റായി. അപ്പൊ 6 ഒരു സെറ്റായി അല്ലെ? അടുത്ത 3 എന്താണ്? സുബഹിലും റമദാനിന്റെ 2ാം പകുതിയിലെ അവസാന വിത്തറിലും എന്തായി? കുനൂത്ത് ഓതൽ. അടുത്ത ഇത് 3ഉം കുനൂത്തുമായി ബന്ധപ്പെട്ടാണ്. കുനൂത്ത് ഓതൽ, പിന്നെ കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ, പിന്നെ കുനൂത്തിന് ശേഷമുള്ള കുനൂത്തിനും സ്വലാത്തിന് ശേഷമുള്ള സ്വലാത്തിനും എന്നിവയ്ക്ക് വേണ്ടി നിൽക്കൽ. പഠിച്ചില്ലേ? മറ്റൊടുത്ത് ഇരിക്കലായിരുന്നു, ഇവിടെ നിൽക്കലാണ്. അപ്പൊ എത്രയായി? 6 ആയി. 3 2 സെറ്റാക്കി പഠിച്ചു. 6 ആയി. ഇനി അവസാനത്തെ എന്താ? അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലില് എന്താണ്? സ്വലാത്ത് ചെല്ലൽ. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരെ നിങ്ങളോട് അബ്ആദ് സുന്നത്തിന് 2 എണ്ണം എഴുതുക, അല്ലെങ്കിൽ അബ്ആദ് സുന്നത്തിന് 4 എണ്ണം എഴുതുക, ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരേണ്ട 1ാം അത്തഹിയാത്താണ്. അപ്പൊ 1ാം അത്തഹിയാത്ത് ഓതുക. 2 ഒന്നാം അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. 3 ഒന്നാം അത്തഹിയാത്തിന് സ്വലാത്തിന് വേണ്ടി ഇരിക്കുക. നിങ്ങൾ ഇതിൽ ഉഷാറായിട്ട് എഴുതും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. അബ്ആദ് സുന്നത്തുകൾ ഏതെല്ലാം? എത്രയാണ്? 7. അബ്ആദ് സുന്നത്ത് എത്രയാണ്? 7. ഏതെല്ലാം നമ്മൾ പഠിച്ചു. അടുത്ത് അബ്ആദ് ഒഴികെയുള്ള സുന്നത്തുകളുടെ പേരെന്താണ്? ഹൈ ആത്ത്. സ്പെല്ലിംഗ് നോക്കണം. എങ്ങനെ നോക്കണ്ട? ഹൈ ആത്ത്. കണ്ടില്ലേ? ഹൈ ആത്ത്. അടുത്ത ചോദ്യം എന്താ? ശരി തെറ്റ് അടയാളപ്പെടുത്താം.
ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. നിസ്കാരത്തിലെ എല്ലാ സുന്നത്തുകൾക്കും അബ്ആദ് എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ സുന്നത്തും അബ്ആദ് അല്ലല്ലോ. അടുത്ത് അബ്ആദ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ശരിയാണ്, സുന്നത്താണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, സുന്നത്താണോ ഫർളാണോ? സുന്നത്താണ്. കാരണം ആദ്യം സുന്നത്ത് ഒഴിവാക്കുന്നത്, പിന്നെ അതിന് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അടുത്ത് കുനൂത്ത് ഓതൽ എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. ഹയ്യയ്യേ, കുനൂത്ത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? സുബൈയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തെറ്റാണ്. അടുത്ത അബ്ആദ് ഒഴികെയുള്ള എല്ലാ സുന്നത്തുകൾക്കും ഹൈആത്ത് എന്ന് പറയുന്നു. അത് ശരിയാണോ? അബ്ആദ് ഒഴികെയുള്ള എല്ലാ സുന്നത്തുകൾക്കും ഹൈആത്ത് എന്ന് പറയൂലേ? പറയും, ശരിയാണ്. എല്ലാ സുന്നത്തുകൾക്കും ഹൈആത്ത് എന്ന് പറയും, ശരി. അടുത്ത അബ്ആദ് സുന്നത്തുകളുടെ എണ്ണം 5, 7, 9. എത്രയാണ്? 7 അല്ലേ? അപ്പൊ ഇവിടെയാണ് ടിക്ക് ഉണ്ട്. ചില കുട്ടികൾ ഇവിടെ ടിക്ക് ഇടും. 7ന്റെ ടിക്ക് ഇവിടെയാണ് വിചാരിച്ചിട്ടുണ്ടോ? അത് തെറ്റായിട്ട് ഇവിടെ ഇടേണ്ടത്. അടുത്ത കുനൂത്ത് ഓതുന്നത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ മഗ്രിബ്, ളുഹ്ർ, ഇശാ, തറാവീഹ്, സുബഹ്, റമദാൻ 2ാം പകുതിയിലെ വിത്ർ. ഏതാ? ഇതാണ് ശരി അല്ലേ? അപ്പൊ ഇവിടെ ടിക്ക് ഇടരുത്, ഇതിന്റെ ടിക്ക് ഇവിടെയാണെന്ന് വിചാരിച്ചിടരുത്. പല കുട്ടികൾക്കും അങ്ങനെ തെറ്റ് സംഭവിക്കാറുണ്ട്. ഇതാണ് ഇതിന്റെ ടിക്കിന്റെ സ്ഥലം, മനസ്സിലായോ? അപ്പൊ സുബഹ്, റമദാന്റെ 2ാം പകുതിയിലെ വിത്ർ, അവിടെയാണ് കുനൂത്ത് ഓതേണ്ടത്. അത് അബ്ആദ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സുജൂദ്, സലാം, കുനൂത്ത്. ഏതാ ശരി? സുജൂദ്. അടുത്ത് അബ്ആദ് സുന്നത്തുകൾ ഉൾപ്പെട്ടവ. 1ാം അത്തഹിയാത്ത് അബ്ആദ് സുന്നത്തല്ലേ? സൂറത്ത് ഓതൽ അല്ല. അടുത്ത കുനൂത്ത് ഓതൽ യെസ്. അബ്ആദ് സുന്നത്തിന്റെ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾ ഉഷാറായിട്ട് എഴുതും ഇൻഷാ അല്ലാഹ്. ഈ പാഠം വളരെ സിമ്പിളാക്കി നമ്മൾ 3 സെറ്റാക്കി പഠിച്ചു അല്ലേ? ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. 15ാമത്തെ പാഠം നിസ്കാരത്തിന്റെ ഫർളുകൾ. നിസ്കാരത്തിന്റെ കറാഹത്തുകൾ അല്ലെ? നിസ്കാരത്തിന്റെ കറാഹത്തുകൾ അല്ലെ? ഫർളുകളല്ല, കറാഹത്തുകൾ. എന്താണ്? നിസ്കാരത്തിൽ വന്നു പോകാതെ ശ്രദ്ധിക്കേണ്ട കറാഹത്തായ കാര്യങ്ങൾ. എന്താണ്? നിസ്കാരത്തിൽ വന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് എന്ത് പറയുക? കറാഹത്തായ കാര്യങ്ങൾ എന്ന് പറയുക. അടുത്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിസ്കാരത്തിന്റെ ഫർളുകൾ, സുന്നത്തുകൾ എന്നിവ നാം മനസ്സിലാക്കി ഇവയെല്ലാം പാലിച്ച് ഡാഷ് നിസ്കരിക്കണം. എന്താ? ഭക്തിയോടെ. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഭക്തിയോടെ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ ചോദ്യം വരിക, 2 വീതം എഴുതുക എന്ന ചോദ്യത്തിൽ നിസ്കാരത്തിന്റെ കറാഹത്ത് തരാം. അപ്പോൾ നിസ്കാരത്തിന്റെ കറാഹത്തുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കണം. എന്താ കറാഹത്ത് പറഞ്ഞാല്? നിസ്കാരത്തിന്റെ കറാഹത്ത് പറഞ്ഞാൽ അത് ചെയ്താൽ നിസ്കാരം എന്താവൂല? ഔട്ടായി പോകുന്നില്ല. നമ്മൾ ക്രിക്കറ്റ് കളിയിൽ നിന്ന് ഔട്ടാവില്ല, അതുപോലെ നിസ്കാരത്തിൽ നിന്ന് ഔട്ടാവില്ല. നിസ്കാരത്തിൽ തന്നെ ഉണ്ടാവും, നിസ്കാരം ശരിയാവുകയൊക്കെ ചെയ്യും. പക്ഷേ നിസ്കാരത്തിന് എന്തുണ്ടാവില്ല? അത്ര വലിയ ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല, ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അങ്ങനത്തെ നിസ്കാരമാണ്. ഒന്നാമത്തെ എന്താ? തല ചുമൽ എന്നത് തുറന്നിടുക. തല തുറന്നിട്ട്, അഥവാ തല മറക്കാതെ തൊപ്പിയിടാതെ നിസ്കരിക്കുക. പിന്നെ അടുത്ത് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ. ഇപ്പോൾ നമ്മളെ മുമ്പിൽ എന്തെങ്കിലും ശ്രദ്ധ തിരിക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക, അത് കറാഹത്താണ്. വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ മുഖം തിരിഞ്ഞു നോക്കൽ, അതും കറാഹത്താണ്. ഇനി ഇവിടെ പ്രത്യേകം പഠിക്കേണ്ടതാണ്, നെഞ്ചുകൊണ്ട് തിരിയൽ നിസ്കാരത്തെ ബാത്തിലാക്കും. നെഞ്ചുകൊണ്ട് തിരിഞ്ഞാൽ നിസ്കാരം എന്താവും? ബാത്തിലാവും. വലതു ഭാഗത്തെ ഇടതൊക്കെ മുഖം തിരിക്കുക. ഉണ്ടാവും മുഖം. ഈ മുഖം മുഖം തിരിക്കണതിന് പകരം നെഞ്ചുകൊണ്ട് തിരിയൽ എന്താവും? നെഞ്ചുകൊണ്ട് വലതു ഭാഗത്തേക്ക് ഇടതു ഭാഗത്ത് തിരിഞ്ഞാൽ നിസ്കാരം എന്താവും? ബാത്തിലാകും. അപ്പൊ ഇത് പൂരിപ്പിക്കാനാ വരിക. എങ്ങനെ? ഡാഷ് തിരിയൽ നിസ്കാരത്തെ ബാത്തിലാക്കും നെഞ്ചുകൊണ്ട്, അല്ലെങ്കിൽ നെഞ്ചുകൊണ്ട് തിരിയൽ നിസ്കാരത്തെ ഡാഷ് എന്താ? ബാത്തിലാക്കും. ഓക്കെ, അത് പഠിച്ചു. അടുത്ത മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പൽ. അപ്പൊ 2 ഉണ്ട് കേട്ടോ. ഭാഗം പറയുന്ന 2 ഉണ്ട്. ഒന്ന് വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ മുഖം തിരിക്കലാണ്. ഇവിടെ മുഖം തിരിക്കലാണ്, ഇവിടെ തുപ്പലാണ്. എവിടേക്കൊക്കെ? മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടോ എന്താണ്? തുപ്പല്. അത് പാടില്ല, മനസ്സിലായോ? ഒന്നില് ഫ്രണ്ടിലേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ടോ തുപ്പാൻ പറ്റൂല. തുപ്പൽ എന്താണ്? മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പൽ നിസ്കാരത്തിലല്ലാത്തപ്പോഴും ഇത് കറാഹത്താണ്. കണ്ടോ? മുൻഭാഗത്തേക്കും വലതുഭാഗത്തേക്കും നിസ്കാരത്തെ അല്ലാത്ത സമയത്ത് എന്ത് തന്നെയാണ്? തുപ്പൽ കറാഹത്താണ്. അടുത്തത് കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കൽ, അതെന്താണ്? കറാഹത്താണ്. മക്ബറയിൽ വെച്ച് നിസ്കരിക്കൽ, ഡാഷിൽ വെച്ച് നിസ്കരിക്കൽ, ശ്രദ്ധിക്കുക, മക്ബറയിൽ. അടുത്ത് ആഗ്രഹമുണ്ടായിരിക്കെ ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കൽ. ഭക്ഷണത്തിലേക്ക് ആഗ്രഹം ഉണ്ടായിരിക്കെ ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കൽ. അപ്പൊ നിങ്ങളോട് പറയാണ്, നിസ്കാരത്തിന്റെ 2 കറാഹത്തുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടായ എളുപ്പമുള്ളത് പഠിക്കുക. എന്താ? ഒന്നിതാ, ഏറ്റവും ചെറുതാണ്, തല ചുമൽ തുറന്നിടൽ. അത് പഠിച്ചു. അടുത്തെന്താ? ഇത് പഠിച്ചോളൂ. ശ്രദ്ധ എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ എഴുത്തിൽ സ്പെല്ലിങ് തെറ്റും. അപ്പൊ ഇവിടെ വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ മുഖം തിരിഞ്ഞു നോക്കൽ. എവിടേക്ക്? വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ മുഖം തിരിഞ്ഞു നോക്കൽ. അടുത്തത് എന്താണ്? മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പൽ. അപ്പൊ ഈ 3 എണ്ണങ്ങൾ പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കൽ, അങ്ങനെ കുറെ ഉണ്ട്. നമുക്കിവിടെ നോക്കാം.
ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ഇവിടെ നോക്കാം, ഈ ചിത്രത്തിൽ ശരിയാണോ തെറ്റാണോ? ഈ ചിത്രം ശരിയാണ് അല്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഈ ചിത്രത്തിലോ? ഈ ചിത്രത്തിൽ തെറ്റുണ്ട്. എന്ത് തെറ്റുങ്ങൾ പറ? നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഈ കുട്ടിൻ്റെ കാലെന്തായിട്ടില്ല, അതിൻ്റെ വിരലുകളുടെ പള്ളകൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ശരി. അടുത്തത്, ഇവിടെ ഇതിലേതാണ് ശരിയും തെറ്റും? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കുട്ടി കണ്ടോ, അട്ടം കണ്ടിരിക്കുകയാണ്. ഈ കുട്ടി എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അല്ല, ഇതാ ഈ കുട്ടി കണ്ട സുജൂദിന്റെ സ്ഥാനത്ത് കൊണ്ടിരിക്കുന്നത് നോക്കേണ്ടത് അല്ലേ. അപ്പൊ ഇതാണ് ശരി, ഇത് തെറ്റാണ്. ഓക്കെ. അടുത്ത, നിസ്കാരത്തിൽ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൽ ശരിയോ തെറ്റോ? തെറ്റ്. വലതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. അടുത്ത, ഇടതുഭാഗത്തേക്ക് തുപ്പൽ അത് കുഴപ്പമില്ല. കാരണം എന്താ, നമ്മൾ എന്താ പഠിച്ചത്? വലതുഭാഗത്തേക്കോ മുൻഭാഗത്തേക്കോ തുപ്പലാണ്. അപ്പോൾ ഇത് ശരിയാണ്, ഇതിന് കുഴപ്പമില്ല. അടുത്തത്, നിസ്കാരത്തിൽ അല്ലാതെ വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണോ സുന്നത്താണോ? കറാഹത്ത്. പിന്നെ അടുത്തത്, ഒന്നാം അത്തഹിയാത്ത് ഓതൽ സുന്നത്ത്. അടുത്ത് നമുക്ക് എഴുതാം നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നിങ്ങൾക്ക് ഇനി അടുത്ത പാഠം നമ്മൾ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പാക്കാൻ പറയും. നിസ്കാരത്തിലെ കറാഹത്തുകളും തരും, അടുത്ത പാഠത്ത് പഠിക്കുന്ന ബാത്തിലാവുന്ന കാര്യങ്ങളും പറയും. എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് കറാഹത്ത് ഏതാണ് ബാത്തിലാവുന്നത് എന്ന് എന്ത് ചെയ്യും? എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം നിസ്കാരത്തിലെ കറാഹത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ബാത്തിലാവുന്ന കാര്യങ്ങൾ ആ പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പാഠത്തിൽ പ്രത്യേകിച്ച് ഇനി വേറെ പറയാനൊന്നുമില്ല, പ്രധാനപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് പഠിക്കേണ്ടത് ബാത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്താ ബാത്തിൽ പറഞ്ഞ? നഷ്ടപ്പെടുന്ന. ബാത്തിൽ നഷ്ടപ്പെടുന്ന. ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെടുന്ന. അടുത്തത്, കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിസ്കാരത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ത്? ബാത്തിലാകുന്ന കാര്യങ്ങൾ. ബാത്തിലാകുന്ന കാര്യങ്ങൾ. അടുത്തത്, എത്രയാണ് നിസ്കാരത്തിൽ ബാത്തിലാവുന്ന കാര്യങ്ങൾ? 5 എണ്ണമാണ്. കണ്ടോ? അപ്പൊ കറാഹത്താണെങ്കിൽ കറാഹത്ത് കുറേ ഉണ്ട് അല്ലേ, കറാഹത്ത് കുറേ ഉണ്ട്. എന്നാൽ ബാത്തിലാവുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ? 5 എണ്ണേ ഉള്ളൂ. അപ്പൊ ഈ 5 എണ്ണം നമ്മൾ എന്താ ചെയ്യുക? നല്ല ഉറപ്പിച്ച് പഠിക്കുക. അപ്പൊ നമ്മളോട് രണ്ടും മിക്സ് ആക്കി തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. നിസ്കാരം ബാത്തിലാവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിയിൽ നിന്ന് ഔട്ടാവും അല്ലേ. ഒരാൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താവും? ഔട്ടാവും. അതേപോലെ നിസ്കാരത്തിൽ നിന്ന് ഔട്ടാവുന്ന സംഭവമാണ് നിസ്കാരം ബാത്തിലാകുക കാരണം. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യേണ്ടി വരും? ഓള് എടുത്തിട്ട് നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടാമത് നിസ്കാരം തുടങ്ങേണ്ടി വരും. അപ്പൊ ഒന്നാമത്തെ എന്താ? നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. ഒന്നാമത്തെ എന്താണ്? നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. ഫർള് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു 14 ഫർള് പഠിച്ചില്ലേ, ആ 14 ഫർളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചു, അങ്ങനെ എന്തെങ്കിലും. അല്ലെ ഏതെങ്കിലും ഷർത്തുകൾ ശരിയായി നിർവഹിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 എണ്ണം നമുക്ക് കിബിലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, നജിസിൽ ശുദ്ധി, അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഒരാൾ ട്രൗസർ ഇട്ട് നിസ്കരിച്ചു, ശരിയാവോ? ഇല്ല. എന്താ? ഔറത്ത് മറിയണം. നിസ്കാരത്തിലെ ഔറത്തൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ ഷർത്തുകൾ ശരിയായി നിർവഹിക്കാതിരിക്കുക, അപ്പൊ നിസ്കാരം ബാത്തിലാവും. അപ്പൊ നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക. ഏതെങ്കിലും ഷർത്തുകൾ ശരിയായി നിർവഹിക്കാതിരിക്കുക. 3, നിസ്കാരത്തിൽ 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക. അപ്പൊ ഇത് അർത്ഥമില്ലാത്തത്, ഇതോ അർത്ഥമുള്ളത്. മനസ്സിലായോ? അപ്പൊ അർത്ഥമുള്ള 1 അക്ഷരം മതി, അത് ഉച്ചരിച്ചാൽ തന്നെ എന്തായി? ഓൻ ഔട്ടായി. ഇനി അർത്ഥമില്ലാത്തതാണെങ്കിൽ അർത്ഥമില്ലാത്ത 2 അക്ഷരം ഉച്ചരിക്കുക. അടുത്ത്, തുടർച്ചയായി 3 തവണ അനങ്ങുക. അവിടെ നോക്കുക, തുടർച്ചയായി 3 തവണ അനങ്ങുക. നമ്മൾ ഇങ്ങനെ കൈ അനക്കി, നിസ്കാരത്തിൽ ഇങ്ങനെ കൈ അനക്കി, അല്ലെങ്കിൽ നമ്മൾ കാലനക്കി, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അവയവങ്ങൾ നിസ്കാരത്തിൽ അനക്കി തുടർച്ചയായി 3 തവണ അനക്കിയാൽ എന്താവും? ബാത്തിലാവും. എത്ര തവണ? 3 തവണ അനക്കിയാൽ. അടുത്ത, ഉമനീരല്ലാത്ത ഏതെങ്കിലും ഉള്ളിലേക്ക് കടക്കുക. ഉമനീര് കടന്ന ബാത്തിലാവില്ല, ഉമനീര് അല്ലാത്ത എന്തെങ്കിലും കടക്കണം. എന്താന്ന് ശ്രദ്ധിക്കേണ്ടത്? ഉമനീരല്ലാത്ത. പഠിച്ചില്ലേ? ഇനി നമ്മൾ നോക്കാം, നിസ്കാരം ബാത്തിലാവുന്നവർക്ക് ശരിയും അല്ലാത്തവർക്ക് തെറ്റുവിടണം. നിസ്കാരത്തിൽ സംസാരിക്കുക ബാത്തിലാകുമല്ലേ? പറ. ബാത്തിലാകും. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക ബാത്തിലാവോ? ഇല്ല. ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി നിസ്കാരത്തിൽ ഉള്ളിലേക്ക് ഇറക്കുക. നമ്മൾ പറഞ്ഞു ഉമനീരല്ലാത്ത എന്തെങ്കിലും ഉള്ളിലേക്ക് ഇറക്കി. അപ്പൊ ഇവിടെ ഉമനീരല്ല ഇറക്കുന്നത്, ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി ഇറക്കുന്നത്, അപ്പോൾ അത് ബാത്തിലാകും. അടുത്തത്, അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ. സുബൈ നിസ്കാരത്തിൽ കുനൂത്ത് ഒഴിവാക്കുക ബാത്തിലാവോ? ഇല്ല. അത് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി അല്ലേ, അത് സുന്നത്താണ്. നിസ്കാരത്തിൽ വുളു മുറിഞ്ഞു, അപ്പൊ ഷർത്തിൽ കുഴപ്പം വന്നു, അപ്പോൾ നിസ്കാരം ബാത്തിലാവും. അടുത്ത, തല 1 തവണ ഇളക്കൽ. 1 തവണ ഇളക്കിയ നിസ്കാരം ബാത്തിലാവോ? ഇല്ല. നിസ്കാരത്തിൽ ഉമ്മ എന്ന് വിളിക്കൽ, ഉമ്മ എന്ന് വിളിച്ച നിസ്കാരം ബാത്തിലായി. അടുത്ത, നിസ്കാരത്തിനിടക്ക് ഔറത്ത് വെളിവാകൽ ബാത്തിലായി അല്ലേ. അടുത്ത, നിസ്കാരത്തിനിടയിൽ കീഴ്വായു പോകൽ. കീഴ്വായു പറഞ്ഞാൽ നമ്മളെ ബോംബ് പൊട്ടിക്കുക, അപ്പോൾ അതെന്താവും? നിസ്കാരം ബാത്തിലാക്കും.
ഇനി അടുത്ത് തുടർച്ചയായി ഡാഷ് പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. എത്ര തവണയാണ്? 3 തവണ. അടുത്തത് സൂറത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവും. ബാത്തിലാവോ? ഇല്ല. അടുത്ത നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അടുത്ത അർത്ഥമുള്ള, ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഒരക്ഷരം. അർത്ഥമില്ലാത്ത 2 അക്ഷരം ഉച്ചരിച്ച നിസ്കാരം ബാത്തിൽ. ഇവിടെ 2 അക്ഷരം ഒരക്ഷരം എന്നൊക്കെ എങ്ങനെ എഴുതാ പഠിക്കുക, മനസ്സിലായോ? അർത്ഥമില്ലാത്ത 2 അക്ഷരം, അർത്ഥമുള്ള ഒരക്ഷരം. ഇതാണ് അർത്ഥമുള്ള, മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരും കേട്ടോ. അതായത് ഒരക്ഷരം എങ്ങനത്തെ? ഡാഷ് അർത്ഥമുള്ള, ഡാഷ് ഒരക്ഷരം ഏതാ? അർത്ഥമുള്ള. എങ്ങനെ എഴുതാൻ നോക്കുക? അർത്ഥ, കണ്ടോ? അർത്ഥ ഹാവാണോ? അർത്ഥമുള്ള. ഇനി അടുത്ത് നോക്കാം. അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത 2 അക്ഷരമോ? 2 അക്ഷരം ഡാഷ് എന്താണ്? അർത്ഥമില്ലാത്ത. എങ്ങനെ എഴുതാൻ നോക്കുക? ഡാഷ് അല്ലാതെ വല്ല വസ്തുവും ഉള്ളിലേക്ക്, ഏതാ? ഉമനീരല്ലാത്ത വല്ല വസ്തുവും. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കടലമണി, കടല എന്ത് ചെയ്തു? വയറ്റിലേക്ക് ഇറക്കി നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം ബാത്തിലാവുമല്ലേ? ബാത്തിലാകും. ഉമനീരിറക്കി ബാത്തിലാവുമല്ലേ? ഇല്ല. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്താവും? ഇതിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ 5 നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. നിസ്കാരം ബാത്തിലാവുന്ന 5 കാര്യങ്ങൾ കാണാതെ പഠിക്കുക. അതിനെന്താ എളുപ്പവഴി? ഒന്നുമില്ല. ഇത് ഇങ്ങനെ ചൊല്ലി പഠിക്കണേ. ഫർളുകൾ വല്ലതും ഒഴിവാക്കുക, അങ്ങനെ ചൊല്ലി പഠിക്കുക. ഷർത്തുകൾ ഏതെങ്കിലും ശരിയായി നിർവഹിക്കാതിരിക്കുക. പിന്നെ ഈ അക്ഷരത്തിന്റെ കാര്യം, പിന്നെ ഉമനീരും, പിന്നെ 3 തവണ അനങ്ങലും. ഓക്കെ, ഇനി നമ്മൾ 1-ാം പാഠം മുതൽ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അവസാനത്തെ പാഠം വരെ എത്തി. ഇനി നമ്മൾ 1-ാം പാഠം മുതൽ നോക്കാം. 1-ാം പാഠം മുതൽ നമുക്ക് എന്താ ചോദ്യോത്തരങ്ങൾ മാത്രം നോക്കിയിട്ട് പോകാം, അല്ലാതെ എല്ലാം കൂടി നോക്കാൻ സമയം ഉണ്ടാവില്ല, ഒരുപാട് സമയം എടുക്കും. 1-ാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത്? ഇതാ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. നിങ്ങൾ പണ്ട് പഠിച്ച നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? എഴുതുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി. രക്ഷിതാക്കളുടെ കടമ എന്താണ് രക്ഷിതാക്കളുടെ കടമ? 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുക. ഇതാണ് രക്ഷിതാക്കളുടെ കടമ. പഠിച്ചില്ലേ? അടുത്തത് പൂർത്തിയാക്കാം. ഇസ്ലാം കാര്യങ്ങളിൽ ഡാഷ് നിസ്കാരമാകുന്നു. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറലാണ്. പാട്ട് പഠിച്ചില്ലേ? അപ്പൊ നിസ്കാരം ഇസ്ലാം കാര്യത്തിൽ എത്രാമത്തതാണെന്നാ ചോദിക്കുന്നത്. എത്രാമത്താണ് ഇസ്ലാം കാര്യം? 2-ാമത്തേത്. എങ്ങനെ 2-ാമത്തേത് ഇത് നോക്കുക? രണ്ടാമത്തേത്. ഓക്കെ, അടുത്തത് നിസ്കാരം ഡാഷ് തൂണാണ്. നിസ്കാരം ദീനിന്റെ തൂണാണ്. കണ്ടോ? ദീനിന്റെ. കണ്ടോ? ഇവിടെ ഒരു അറബി കൂടി പഠിക്കാനുണ്ട്, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അസ്വലാത്തു ഇമാദുദ്ദീൻ, അസ്വലാത്തു ഇമാദുദ്ദീൻ, അസ്വലാത്തു ഇമാദുദ്ദീൻ. അടുത്തത് ശാരീരിക ഡാഷ് നിസ്കാരം. എന്താ ഉത്തരം? ശാരീരിക ആരാധനകളിൽ. കണ്ടില്ലേ? ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? നിസ്കാരമാണ്. അപ്പൊ അങ്ങനെ ചോദ്യം വരും. പിന്നെ അടുത്ത നിസ്കരിക്കേണ്ട സമയം. അവസാന സമയം, സമയത്തിന് ശേഷം ആദ്യ സമയം. എപ്പോഴാണ്? ആദ്യ സമയം. ഇതാണ് ശരി. അടുത്ത് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം. നിസ്കാരം 2 കാരണത്തിനെ പിന്തിക്കാൻ പറ്റുള്ളൂ. അതെന്താ? ഉറക്കമോ മറവിയോ, ഉറക്കമോ മറവിയോ, ഉറക്കമോ മറവിയോ. അങ്ങനെ പിന്തിച്ചാൽ എന്താവില്ല? അവൻ കുറ്റക്കാരനാവുകയില്ല, കുറ്റക്കാരൻ ആവുകയില്ല. അപ്പൊ ഇവിടെ ചോദിച്ചത് പിന്തിക്കാൻ പറ്റാത്തത് ഏതാണ്? ഉറക്കം, കളി, മറവി. ഏതാ? കളിയാണ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. എന്താണ് അടുത്ത പാഠം? നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നിസ്കാരത്തിന് എത്ര ഷർത്തുണ്ട്? 5. എന്താ നിസ്കാരത്തിന്റെ ഷർത്ത് പറഞ്ഞാൽ? നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നോക്കാം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നാൽ എന്ത്? അതാണ് ആദ്യത്തെ ഉത്തരം. നമ്മൾ പഠിച്ചു. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങൾ. അടുത്ത നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര? 5. നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ എഴുതാം. എന്തൊക്കെയാണ്? ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, പിന്നെ നജിസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക, കിബിലക്ക് മുന്നിടുക. ഏറ്റവും എളുപ്പമുള്ള നോക്കിക്കോ. ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക. ഇത് ആദ്യം പഠിക്കുക. ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക. പിന്നെന്താ? നജിസിൽ നിന്ന് ശുദ്ധിയാവുക. അപ്പൊ 3 എളുപ്പമുള്ളതാണ്. നജിസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക. ഇനി വലുത് 2 ഏതൊക്കെ? ചെറുതും വലുതുമായ അശുദ്ധികൾ ശുദ്ധിയാവുക, സമയമായെന്ന് അറിയുക, ആവുകയും ആയെന്നറിയുകയും ചെയ്യുക. നമ്മൾ അടുത്ത പാഠം നോക്കുകയാണ്. ശുദ്ധിയാവൽ അല്ലെ? ശുദ്ധിയാവൽ. ഇവിടെ നോക്കുക.
ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? വുളൂ ചെയ്യണം അല്ലെ? ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. കണ്ടോ? വുളൂ ചെയ്യണം. അടുത്ത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? കുളിക്കണം. അടുത്തത് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡാഷ് എന്നിവ നജിസുകളിൽ നിന്ന് ശുദ്ധിയാവണം. ഏതൊക്കെയാണ്? നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയാവണം. ഏതൊക്കെ? ശരീരം, വസ്ത്രം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, സ്ഥലം. നിസ്കരിക്കുന്നവന്റെ ശരീരം, വസ്ത്രം, സ്ഥലം. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളെ ശരീരം ആദ്യം ആലോചിക്കുക, എന്നിട്ട് ശരീരത്തിന് മുകളിൽ എന്തുണ്ടാവും? വസ്ത്രം. അപ്പോൾ ശരീരം, വസ്ത്രം, സ്ഥലം എന്ന് ശുദ്ധിയാകണം. അടുത്ത് നജിസുകളുടെ ഡാഷ് എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. എന്താ? നജിസുകളുടെ നിറം, മണം, രുചി എന്നിവ നജിസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. എന്നാൽ നായ, പന്നി എന്നിവ കൊണ്ട് നജിസായാൽ 7 തവണ കഴുകണം. 7 തവണ കഴുകണം. നായ നമ്മെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം എന്ത്? എന്താ? അതിലൊരു തവണ നായ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കാൻ പറയാൻ കാരണം എന്താ? നജിസായത് കൊണ്ട് തന്നെ. മനസ്സിലായോ? അടുത്തത് നമ്മുടെ വസ്ത്രം മൂത്രമായാൽ അത് എങ്ങനെ വൃത്തിയാക്കണം? ഉത്തരം ഇതാ: നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അടുത്തത് ചെറിയ കുട്ടികളുടെ മൂത്രം മൂലം മൂത്രം മലവും നജിസിൽ ഉൾപ്പെടുമോ? ഇതാ: മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, ലഹരി ദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജിസുകളാണ്. എന്നാൽ മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവ ശവം നജിസല്ല. വെട്ടുകിളി എന്നിവയുടെ ശവം നജിസല്ല. പിന്നെ അപ്പൊ ചെറിയ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 4ാം ക്ലാസ് പഠിക്കുന്ന പോലെ ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ ചെറിയ കുട്ടികളുടെ മൂത്രം, മലവും നജിസിൽ ഉൾപ്പെടുമോ ചോദിച്ചാൽ ഉൾപ്പെടും തന്നെ പറയേണ്ടത് കേട്ടോ. അടുത്തത് നജിസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. രക്തം, കഫം, മൂത്രം, ചത്ത മത്സ്യം, പിന്നെ കണ്ണുനീര്, ചലം. പറ. രക്തം നജിസല്ലേ? ശരി. കഫം നജിസാണോ? അല്ല. മൂത്രം നജിസാണ്. ചത്ത മത്സ്യം നജിസാണോ? അല്ല. ചത്ത മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നണ മീൻ നജിസാണോ? അല്ലല്ലോ. അടുത്ത് കണ്ണുനീര് നജിസാണോ? അല്ല. ചലം അല്ലേ? എന്തൊക്കെയാണ് നജിസുകൾ? ഓർത്തു വെക്കുക. ഇതൊക്കെ മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, ലഹരി ദ്രാവകം, നായ, പന്നി. അടുത്ത പാഠത്തിലേക്ക് പോവാണ്. വുളൂഇന്റെ ഷർത്തുകൾ. ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 നമ്മൾ പഠിച്ചു അല്ലെ? ഇനി വുളൂഇനുണ്ട് ഷർത്തുകൾ. വുളൂഇന്റെ ഷർത്തുകൾ എത്ര? വുളൂഇന്റെ ഷർത്തുകൾ 5. അടുത്ത് വുളൂഇന്റെ 3ാമത്തെ ഷർത്ത് എന്ത്? അങ്ങനെയുണ്ട് ചോദ്യം. വുളൂഇന്റെ 3ാമത്തെ ഷർത്ത് എന്ത്? 1ാമത്തെ ഷർത്ത് എന്താ? വെള്ളം തഹൂറായിരിക്കുക. 2 കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക. 3 വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4 വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക. 5 നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവുക. അടുത്തത് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ? അത് നമ്മൾ ആലോചിച്ചാൽ മതി. ഉളുടുക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ അവയവങ്ങളിലാണ് വെള്ളം ഒലിപ്പിക്കേണ്ടത്? കഴുകപ്പെടുന്ന അവയവങ്ങൾ അല്ലേ? ഏതൊക്കെയാണ്? കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക. നനഞ്ഞാൽ മാത്രം മതിയാവുകയില്ല. പഠിച്ചില്ലേ? അപ്പൊ കഴുകപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെ? മുഖം, കൈകൾ, കാല് അല്ലേ? അപ്പോൾ കഴുകപ്പെടുന്ന അവയവങ്ങളാണ് വെള്ളം ഒലിപ്പിക്കേണ്ടത്. അടുത്തത് നിത്യാശുദ്ധിക്കാർ സമയം ആയ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏതാ? നിത്യാശുദ്ധിക്കാര് സമയമായ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ട നിസ്കാരം. ആ നിസ്കാരത്തിന്റെ പേരാ പറയേണ്ടത്. മൂത്രവാർച്ച പോലെയുള്ള നിത്യാശുദ്ധിയുള്ളവർ ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമായ ശേഷം മാത്രം വുളൂ ചെയ്യുക. പഠിച്ചോ? ഏതൊക്കെ? 1 ഫർള് നിസ്കാരം, 2 സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. പഠിച്ചില്ലേ? ഫർള് നിസ്കാരം, 2 സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. ഇനി ഉദാഹരണങ്ങൾ എഴുതാം. തൊഹൂറായ വെള്ളം, ആ കിണറിലെ വെള്ളം, കടലിലെ വെള്ളം, അങ്ങനെ. തൊഹൂറല്ലാത്ത വെള്ളം ഏതാണ്? കഞ്ഞിവെള്ളം, അതൊക്കെ പറ്റും. അടുത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. അത് പഠിച്ചോളൂ നിങ്ങൾ. വെള്ളം ചേരുന്ന ഒറ്റ വാക്കുള്ള ചോദ്യങ്ങൾ വരും. വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ ഏതൊക്കെയാ? പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണ്. ഇനി നഖത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് പോലെയുള്ളവ നീക്കണം.
അഴുക്ക് പോലുള്ള ഡാഷ് എന്താ നീക്കണം 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 നീക്കണം. അടുത്തത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തൊഹൂറ്. അശുദ്ധികൾ ഉയർത്താനും നജിസുകൾ നീക്കാനും ഡാഷ് വെള്ളം വേണം, തൊഹൂറായ വെള്ളം വേണം. എന്താണ്? അശുദ്ധികൾ ഉയർത്താനും നജിസുകൾ നീക്കാനും എന്തു വേണം? തൊഹൂറായ വെള്ളം വേണം, തൊഹൂറായ വെള്ളം വേണം. സ്വയം ശുദ്ധിയുള്ള മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളത്തിനാണ് എന്ത് പറയുക? തൊഹൂറായ വെള്ളം എന്ന് പറയുക. പിന്നെ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതണ്ട്? മഷി എഴുതിയാൽ മതി കേട്ടോ, കളർ മഷി എന്നൊക്കെ എഴുതിയാൽ മതി. വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ എന്താണ്? പശ, ഉറച്ച എണ്ണ. ഓക്കെ. അടുത്ത ശരി തെറ്റുകൾ രേഖപ്പെടുത്താം. എന്താണ്? ഇളനീർ വെള്ളം കൊണ്ട് വുളു ചെയ്യുന്നു, പറ്റുമോ? പറ്റൂല, അത് തൊഹൂറല്ല. അടുത്ത വുളു ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിന്റ് നീക്കം ചെയ്യുന്നു, അത് ശരിയാണ്, വെള്ളം ചേരുന്നതിന് തടയുന്ന സാധനമാണത്. അടുത്ത നമ്മൾ എന്താണ്? വുളുവിന്റെ ഫർളുകൾ. വുളുവിന്റെ ഫർളുകൾ എത്രയാണ്? 6. വുളുവിന്റെ ഫർളുകൾ എത്രയാണ്? 6. വുളു 6, വുളു 6. വുളുവിൽ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളുവിന്റെ ഫർള്. അപ്പൊ വുളുവിന്റെ ഫർള് എന്ന് പറഞ്ഞാൽ എന്താ? വുളുവിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ പച്ച മാത്രം പഠിച്ചാൽ മതി. ഒന്ന്, നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. പിന്നെ മുഖം കഴുകുക, 2 കൈയും മുട്ടോട് കൂടി കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ഇതാണ് വുളുവിന്റെ ഫർളുകൾ. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ തന്നിട്ട് ക്രമത്തിലാക്കാൻ പറയും. ഫോട്ടോത്തിൽ നോക്കുക. ആദ്യം ഇതാണ് ഫോട്ടോ, മുഖം കഴുകുക. രണ്ടാമത്തെ എന്താ? 2 കൈ മുട്ടോട് കൂടി കഴുകുക. പിന്നെ മൂന്നാമത്തത് തലയിൽ നിന്ന് അല്പം തടവുക. 4 എന്താണ്? 2 കാല് 4 തലയിൽ നിന്ന് അല്പം തടവുക. ഒന്ന് തെറ്റിയില്ലേ? ഒന്ന് നിയ്യത്ത് ചെയ്യുക. ശരി, ഒന്ന് നിയ്യത്ത് ചെയ്യുക. വുളു എന്ന ഫർള് ഞാൻ വിട്ടുന്നു. 2 മുഖം കഴുകുക. മൂന്നാമത്തെ എന്താ? കൈ കഴുകുക. പിന്നെ 4 തലയിൽ നിന്ന് അല്പം തടവുക. 5 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 6 ഇവയെല്ലാം വഴിക്ക് വഴി ചെയ്യുക. വുളുവിന്റെ ഫർളുകൾ 5 ആകുന്നു, തെറ്റ് അല്ലെ? 6 ആകുന്നു, തെറ്റ് ശരിയാക്കാം. തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. അപ്പൊ ഈ ക്രമം നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. തല തടവുന്ന എത്രാമത്താണ്? 4-മത്താണ്. കൈ കഴുകുന്നതോ 3-മത്തതാണ്. കണ്ടോ? 3-മത്തതാണ്. അപ്പോ ഇവിടെ തന്നത് ശരിയാക്കൽ എങ്ങനെ? തല തടവുന്നതിന് മുമ്പാണ് കൈ കഴുകേണ്ടത്, അങ്ങനെ എഴുതണ്ട. ശേഷമാണെന്നുള്ള എന്താക്കണം? മുമ്പാണ്. അടുത്തത്, മുഖം കഴുകിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ല, മുഖം കഴുകുന്നതിന് മുമ്പാണ്. ശേഷമാണെന്നുള്ള എന്താക്കണം? മുമ്പാണ് എന്നാക്കണം. മുൻകൈ മാത്രം കഴുകിയാൽ മതി. മുൻകൈ മാത്രം കഴുകിയാൽ മതിയോ? അല്ല, മുട്ടുൾപ്പെടെ കഴുകണം. 2 കൈയും മുട്ടോടുകൂടി. ഓക്കെ. അടുത്ത് സ്വയം ശീലിക്കാം. അടുത്ത് പാഠം 6, വുളുഇന്റെ സുന്നത്തുകൾ. വുളുഇന് ഫർളുകൾ മാത്രമല്ല ഡാഷുമുണ്ട്. എന്താ? സുന്നത്തുകളുമുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു, നിസ്കാരത്തിന് ഫർളുകളുമുണ്ട്, സുന്നത്തുകളുമുണ്ട്. അതുപോലെ നിസ്കാരത്തിന് സുന്നത്തുകൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അബ്ആദും ഹൈആത്തും. ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് വുളു ചെയ്താൽ വുളു ശരിയാവുമോ? ശരിയാവും. സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ ഡാഷ് എന്താ? പൂർണ്ണമായ വുളു ആവുകയുള്ളൂ. പഠിച്ചു. വുളുവിന്റെ സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം. കിബിലയിലേക്ക് മുന്നിടുക. വുളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടി അഊദു ബിസ്മി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു അൽഹംദുലില്ലാഹി അല്ലദീ ജഅൽ മാ തഹൂറ എന്ന് ചൊല്ലിക്കൊണ്ട് മുൻകൈ 2 കഴുകുക. മിസ്വാക്ക് ചെയ്യുക. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. നിയ്യത്ത് ഉച്ചരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ ഇതൊന്നും വായിക്കുന്നില്ല കേട്ടോ. ഇവിടെ നോക്കുക. എല്ലാ 3 പ്രാവശ്യം ചെയ്യൽ ഫർളാണോ സുന്നത്താണോ? പറ. 3 പ്രാവശ്യം ചെയ്യൽ. അതായത് വുളുവിന്റെ ഫർള് നമ്മൾ ചിത്രത്തിൽ കണ്ടു. 1 നിയ്യത്ത്, 2 മുഖം കഴുകുക, അങ്ങനെ ചിത്രം കണ്ടില്ലേ? അപ്പോൾ ആ ചിത്രം കണ്ടതാണ് ഫർള്. ഇപ്പൊ ഈ പാഠത്തിൽ പഠിക്കുന്നതാണ് സുന്നത്ത്. അപ്പൊ വുളുവിന്റെ സുന്നത്ത് നിന്ന് 2 എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതൂലേ? മിസ്വാക്ക് ചെയ്യുക, പിന്നെ കിബിലയിലേക്ക് മുന്നിടുക, പിന്നെ മുൻകൈ കഴുകുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. നോക്കൂ, എല്ലാ 3 പ്രാവശ്യം ചെയ്യൽ എന്താണ്? അത് സുന്നത്താണ്. മുഖം കഴുകൽ ഫർള സുന്നത്താ? ഫർളാണ്. മുൻകൈ പറഞ്ഞാൽ ഇതാണ്, ഈ കൈയാണ് മുൻകൈ, മനസ്സിലായോ? അപ്പൊ അതെന്താണ്? സുന്നത്ത്. അടുത്ത് വുളുഇന് ശേഷം ദുആ ചെയ്യൽ സുന്നത്ത്. ഓരോന്നും വഴിക്ക് വഴിയായി ചെയ്യൽ അത് ഫർളാണ്. ചെവി തടവൽ സുന്നത്താണ്. തല അല്പം തടവൽ എന്താണ്? ഫർളാണ്. തല മുഴുവൻ തടവൽ സുന്നത്തും.
അടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു. അത് പഠിക്കുക, ദിക്ർ പഠിക്കുക. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. വുളു മുറിയുന്ന കാര്യങ്ങൾ. വുളു മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണം. എത്രയാണ് വുളു മുറിയുന്ന കാര്യങ്ങൾ? 4 കേട്ടോ. ഏതാ? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനിയല്ലാത്ത പുറപ്പെടുക, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പൊ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പോലെയുള്ളവ. അടുത്ത ഉറക്കം തൂങ്ങിയാൽ വുളു മുറിയുകയില്ല. പഠിച്ചു വെക്കണം. ഉറക്കം തൂങ്ങിയാൽ വുളു മുറി. ഇതേപോലെ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചത് നിസ്കരിക്കുമ്പോൾ നെഞ്ചുകൊണ്ട് തിരിഞ്ഞാൽ നിസ്കാരം എന്താവും? ബാത്തിലാകും. മുഖം കൊണ്ട് തിരിഞ്ഞാൽ എന്തായാലും നിസ്കാരത്തിന്റെ കറാഹത്താവും. ഓർമ്മ ഉണ്ടാണല്ലോ. മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. അടുത്ത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. 2 സ്പർശിക്ക പഠിക്കുക. ഇപ്പൊ എത്ര ഉണ്ട്? 4 പോയിന്റ് ഉണ്ട്. ശരി തെറ്റ് അടയാളപ്പെടുത്താനാണ്. നിസ്കാരത്തിനിടയിൽ വുളു മുറിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാകും. വുളു ചെയ്ത് വീണ്ടും നിസ്കരിക്കണം. ഏതാ ശരി? നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റുമോ? ഇല്ല. വുളു ചെയ്ത് വീണ്ടും നിസ്കരിക്കണം. അടുത്തത് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കണം. വുളു ചെയ്ത ശേഷം നിസ്കരിക്കണം. അടുത്തത് വുളു മുറിയുന്നതും അല്ലാത്ത അടയാളപ്പെടുത്താനാണ്. സഹോദരിയെ സ്പർശിച്ചാൽ വുളു മുറിയെങ്കിൽ ഇവിടെ ടിക്കിട, വുളു മുറിയില്ലെങ്കിൽ ഇവിടെ ടിക്കിട. ഏതാ ശരി? നമ്മളെന്താ പഠിച്ചത്? വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. അന്യരെന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹോദരി അന്യരാണോ? അല്ല. അതുകൊണ്ട് വുളു മുറിയൂല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ വുളു മുറിയും. ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ വുളു മുറിയില്ല. എന്താണ്? മുൻകൈയിന്റെ പള്ളം കൊണ്ട് തൊടണം. മനിയ് പുറപ്പെട്ടാൽ വുളു മുറിയില്ല. അടുത്ത് തൂങ്ങി ഉറങ്ങിയാൽ വുളു മുറിയോ? ഇല്ല, വുളു മുറിയില്ല. അടുത്ത് ആവി പിടിച്ചാൽ വുളു മുറിയില്ല. അടുത്ത് വുളു എടുത്ത ശേഷം ഉറങ്ങിയാൽ വുളു മുറിയും. അടുത്തത് അപ്പൊ ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ പഠിക്കുക. ഉറക്കം തൂങ്ങിയാൽ വുളു മുറിയോ അല്ലേ പഠിക്കുക. അങ്ങനെ അടുത്ത വിസർജന മര്യാദകൾ. നമുക്ക് ഇവിടെ എത്തണം. അതാ 11 പാടെത്തണം. ഇനിയും സമയമുണ്ട്, ഇനിയും കുറെ എടുക്കാണ്ട്. നോക്കാം. എന്താണ് വിസർജന മര്യാദകളാണ് ഇവിടെ പറയുന്നത് അല്ലേ. പിന്നെ ചില അതവുകളുണ്ട്. ഖുർആൻ ദിക്ർ പോലെയുള്ള ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക. പാദരക്ഷ ധരിക്കുക, തലമറക്കുക. എളുപ്പമുള്ള പഠിച്ചാൽ മതി. പാദരക്ഷ ധരിക്കുക, തലമറക്കുക. പിന്നെ ഇടതുകാല് വെച്ച് പ്രവേശിക്കുക. വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇടതുകാല്. പിന്നെ എന്താ ചെല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. സമയത്ത് സംസാരിക്കാതിരിക്കുക. പിന്നെ കാരണമില്ലാതെ മൂത്രയിക്കാതിരിക്കുക. വലതുകാൽ വെച്ച് പുറത്തിറങ്ങും. അപ്പോൾ എളുപ്പമുള്ള പഠിച്ചോ. എന്താ? പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. കണ്ടോ? അപ്പൊ 4 സെറ്റായി. ഇടതുകാൽ വെച്ച് പ്രവേശിക്കണത് പറഞ്ഞാൽ പിന്നെ അടുത്ത് വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക. നമുക്ക് ഈ ചോദ്യോത്തരങ്ങൾ നോക്കാം. 2 ദിക്ർ ഇവിടെ പഠിക്കാണ്ട് കേട്ടോ. ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാൻ. മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ് എന്താ? പാടില്ല. അടുത്തത് മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏതു വസ്തു പുറപ്പെട്ടാലും ഡാഷ് ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. അടുത്തത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ടോയ്ലറ്റും പുറത്ത് വരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഗുഫ്രാനക. അതും പഠിക്കുക. ഇത് ശരി തെറ്റ് അടയാളപ്പെടുത്താനാ. മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ. ശരിയോ തെറ്റോ? ഞാൻ പറ. മൂത്രിക്കുന്ന സമയത്ത് സംസാരിക്കൽ തെറ്റി അല്ലേ. അടുത്തത് മൂത്രപ്പുരയിലേക്ക് ഇടതുകാൽ വെച്ച് കയറൽ. അത് നല്ലത്. കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ അത് പാടില്ല. മൂത്രപ്പുരയിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങൽ അതും പാടില്ല. വലതുകാൽ വെച്ച് ഇറങ്ങണം. വിസർജന മര്യാദകൾ 2 എണ്ണം എഴുതുക, അല്ലെങ്കിൽ 3 എണ്ണം എഴുതുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഓർമ്മ ഉണ്ടാവണം. അടുത്ത 9ാമത്തെ പാഠം ഔറത്ത് മറക്കുക. എന്താണ് ഔറത്ത് എന്ന് പറഞ്ഞാൽ? അത് ആദ്യം പഠിക്കുക. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയും. മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത്. പുരുഷന്റെ ഔറത്ത് ഏതാണ്? നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൂക്കളിന്റെ ഇതിലാണ് സ്ഥലം. അടുത്ത ഇറുകിയ വസ്ത്രം ധരിക്കൽ ഒഴിവാക്കേണ്ടതാണ്. പുരുഷൻ പട്ട് ധരിക്കൽ ഡാഷ് എന്താ? ഹറാമ് 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 ഹറാമ്. മറ്റൊന്നുമില്ലെങ്കിൽ അത് ധരിക്കാം. അടുത്ത് നിസ്കരിക്കുന്നവന് നല്ല വസ്ത്രം ധരിക്കൽ എന്താണ്? സുന്നത്ത് സുന്നത്ത് സുന്നത്ത്.
അടുത്ത സ്ത്രീയുടെ ഔറത്ത് എന്താ? നിസ്കാരത്തിലും നിസ്കാരത്തിലല്ലാത്തപ്പോൾ, അങ്ങനെ രണ്ട് ഔറത്ത് ഉണ്ടായിരിക്ക് സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് എപ്പോഴും ഒരേ ഔറത്തുള്ളൂ. നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവ. അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ്. ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് ഡാഷാണ്. എന്താണ്? കറാഹത്താണ്. ചോദ്യത്തിൽ നോക്കാം. 1, അവൾ ഇറുകിയ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നു. ശരിയോ തെറ്റോ? തെറ്റ്. പിന്നെ അടുത്തത്, അവൾ ശരീരം മുഴുവൻ മറച്ച് പുറത്തിറങ്ങുന്നു. അത് ശരി. അടുത്ത്, അവൾ അന്യപുരുഷന് മുമ്പിൽ മുഖം മറക്കാതെ നിൽക്കുന്നു. അത് തെറ്റ്. മുഖം മറക്കണം. അടുത്തത്, സ്ത്രീ ഇറുകിയ വസ്ത്രം ധരിക്കൽ എന്താണ്? 1, 2, 3 ഉണ്ട് ഇവിടെ. 1 സുന്നത്ത്, 2 കറാഹത്ത്, ഹറാം. ഏതാ ശരി? കറാഹത്താണ് ശരി. അടുത്ത്, പുരുഷൻ പട്ട് ധരിക്കൽ എന്താണ്? ഹറാം. അടുത്ത്, പുരുഷൻ തലമറക്കൽ സുന്നത്ത്. അടുത്ത്, പുരുഷന്റെ ഔറത്ത് ഏതാണ് പുരുഷന്റെ ഔറത്ത്? നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൂക്കളുടെ ഇടയിലുള്ള സ്ഥലം. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത്? മുഖവും മുൻകൈയും അല്ലാത്തവ. മുഖം മുൻകൈ എങ്ങനെ എഴുതാൻ നോക്കുക. മുഖം കണ്ടോ? മുഖവും മുൻകൈയും ഒഴികെയുള്ളവ. പ്രത്യേകം പഠിക്കട്ടെ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അടുത്ത, നിസ്കാരത്തിന്റെ സമയങ്ങൾ. നിസ്കാരത്തിന്റെ സമയമാവുകയും എന്നറിയുകയും വേണം. സമയമായാൽ ഉടനെ നിസ്കരിക്കുക. സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ചു കരുതുകയും വേണം. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ചോദ്യം, കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ത്? ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്. ഓക്കെ, ഓരോ നിസ്കാരത്തിന്റെ സമയങ്ങൾ ഇവിടെ വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ചോദ്യം ഇവിടെ വരുള്ളൂ. സൂര്യൻ ഉദിക്കും മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരം ഏതാ? ഉത്തരം സുബഹിയാണ് അല്ലെ. സൂര്യൻ അസ്തമിച്ച ഉടനെ നിസ്കരിക്കേണ്ട ഏതാ? മഗ്രിബ്, മൂന്തിക്ക് അല്ലെ. അടുത്ത, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കരിക്കാൻ പറ്റുന്ന ഏതാണ്? അസ്ർ. സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുമ്പോഴോ? ളുഹ്ർ. ചുവന്ന ശോമം മാഞ്ഞത് മുതലോ? ഇശാ. മനസ്സിലായോ? ഇനി സൂര്യൻ അസ്തമിച്ച മുതൽ ചുവന്ന ശോമം മായുന്നത് വരെ അതാണ് മഗ്രിബ്. ഇവിടെ ഫജ്ർ സ്വാദിഖ് വെളിവാകും വരെ ഏതാ നിസ്കരിക്കേണ്ടത്? ഇശാ. ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്ത, കിബിലക്ക് മുന്നിടുക. ഏതാണ് നമ്മളെ കിബില? മക്കയിലുള്ള കഅബയാണ് നമ്മുടെ കിബില, എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നെ കിബിലക്ക് മുന്നിടേണ്ട രൂപം. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട്. അടുത്ത, മുന്നിടേണ്ടതാണെന്ന് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് ഡാഷ് മുന്നിടേണ്ടത്. ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നു സംശയമുണ്ട്. അടുത്തത്, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും. നിന്നും ഇരുന്ന് നിസ്കരിക്കുന്ന ആൾ ഒറ്റ അവയവം ആക്കിയാൽ മതി. ഏതാണ്? നെഞ്ച് മാത്രം. നെഞ്ചിന്ന് എങ്ങനെ എഴുതാൻ നോക്കട്ടോ. നെഞ്ച്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും നെഞ്ചും വേണം. നെഞ്ചും മുഖവും. പിന്നെ കിബിലയിലേക്ക് തിരിക്കണം കേട്ടോ. അടുത്ത, അങ്ങനെ പരീക്ഷയ്ക്ക് വന്നിരുന്നു പൂരിപ്പിക്കാൻ, കിബിലയിലേക്ക് തിരിക്കണം എന്നുള്ളത്. അടുത്ത, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കാലിന്റെ പള്ള. മറ്റടുത്ത്, നിൽക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ട എന്തുകൊണ്ട്? നെഞ്ചുകൊണ്ട്. എന്തുകൊണ്ട്? നെഞ്ചുകൊണ്ട്. നെഞ്ചിന്ന് എങ്ങനെ എഴുതാ പഠിക്കുക എല്ലാവരും? എവിടെ? ഇതാ നെഞ്ച്. കണ്ടോ? നെഞ്ച്. അടുത്ത, കിബില എന്നാൽ എന്ത്? കിബില എന്നാൽ എന്താ? മക്കയിലുള്ള കഅബയാണ് കിബില അല്ലേ. മക്കയിലുള്ള കഅബയാണ് കിബില. നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. ആ കേന്ദ്രമാണ് മക്കയിലുള്ള കഅബയാണ് കിബില. ഓക്കെ. അടുത്തത്, യോജിപ്പിക്കാം. മുഖം കാലിന്റെ പള്ളകൾ ആരാണ്? മലർന്ന് കടന്ന് നിസ്കരിക്കുന്നവർ. നെഞ്ചുകൊണ്ട് നിന്നും ഇരുന്ന് നിസ്കരിക്കുന്നവർ. നെഞ്ചും മുഖവും ആരാണ്? ചെരിഞ്ഞു കടന്ന് നിസ്കരിക്കുന്നവർ. ഓക്കെ, അൽഹംദുലില്ലാ നമ്മൾ ഫിഖ് മുഴുവനായിട്ട് റിവിഷൻ ചെയ്തിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.